ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഇന്ത്യ സന്ദർശനം ഖത്തർ ഇന്ത്യ ബന്ധത്തിൽ പുതിയ വഴിത്തിരിവാകുമെന്ന് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ ഇരട്ട നികുതി ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതും നിർണായകമാകും. ഇന്നലെയാണ് 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തർ അമീറും ഉന്നത പ്രതിനിധി സംഘവും ഇന്ത്യയിലെത്തിയത്. തിങ്കളാഴ്ച രാത്രിയോടെ രാജ്യതലസ്ഥാനത്തെ പാലം വിമാനത്താവളത്തിലെത്തിയ ഖത്തർ അമീറിനെ പ്രോട്ടോകോൾ മറികടന്ന് പ്രധാനമന്ത്രിയും സംഘവും നേരിട്ടെത്തിയാണ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യക്കും ഖത്തറിനുമിടയിൽ നിലനിന്നിരുന്ന നയതന്ത്ര വിഷയങ്ങളിലെ ചില അസ്വാരസ്യങ്ങൾ കൂടി പരിഹരിക്കാൻ ലക്ഷ്യമാക്കി കരുതലോടെയുള്ള സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഖത്തറിലെ 8.5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ വാണിജ്യ രംഗത്തെ പ്രമുഖരും വാണിജ്യ വ്യവസായ മന്ത്രിമാരും പങ്കെടുത്ത ഇന്ന് രാവിലെ നടന്ന ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം കൂടുതൽ ശക്തമാകുമെന്ന സൂചനകളാണ് നൽകുന്നത്. ഭാവിയിൽ ഇന്ത്യയുടെ ഖത്തറുമായുള്ള ബിസിനസ് പങ്കാളിത്തം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, സംരംഭകത്വം, ഊർജം എന്നീ പ്രധാന മേഖലകളിൽ കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനി സെഷനിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ഇന്ത്യയും ഖത്തറും പരസ്പര പൂരകങ്ങളാണെന്നും സമൃദ്ധിക്കും മികച്ച ഭാവിക്കുമായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും മന്ത്രി പ്രസ്താവിച്ചു. വ്യാപാരം, നിക്ഷേപം എന്നിവയുടെ കാര്യത്തിൽ ഖത്തറുമായി ചേർന്ന വലിയ തോതിലുള്ള പരിവർത്തനത്തിന് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തരി ബിസിനസ്മെൻ അസോസിയേഷനും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രിയും ഒപ്പിട്ട 2 ധാരണാപത്രങ്ങളും ഇൻവെസ്റ്റ് ഖത്തറും ഇൻവെസ്റ്റ് ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രങ്ങളും ഇതാണ് വ്യക്തമാക്കുന്നതെന്നും ഗോയൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യയുമായുള്ള പുതിയ ഉഭയകക്ഷി നിക്ഷേപ പ്രോത്സാഹനത്തിനും സുരക്ഷാ കരാറിനുമുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനിയും സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഖത്തറിന്റെ ഏറ്റവും വലിയ 3ാമത്തെ വ്യാപാര പങ്കാളിയായി ഇന്ത്യ മാറിയെന്നും ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനി പറഞ്ഞു. നിക്ഷേപവും വ്യാവസായിക സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾ പരിമിതികൾ നീക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ, ഖത്തർ അമീറായി ചുമതലയേറ്റ ശേഷം 2ാം തവണ ഇന്ത്യയിലെത്തിയ അമീറിന്റെ സന്ദർശനം നിക്ഷേപ സഹകരണ മേഖലയിലും നയതന്ത്ര മേഖലയിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വികസനത്തിന്റെയും സമവായത്തിന്റെയും പുതിയ അധ്യായം തുറക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ അമീർ ഇന്ന് ദോഹയിലേക്ക് മടങ്ങും. അൻവർ പാലേരി, 24 ദോഹ.